നമ്മൾ ചെന്നൈയിൽ നിന്നും ആരംഭിച്ച ബൈക്ക് യാത്ര അങ്ങനെ രാമേശ്വരത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ രാമേശ്വരത്തെത്തി ധനുഷ്കോടിയൊക്കെ കണ്ടു. ഇന്ന് രാവിലെയാണ് നമ്മൾ രാമേശ്വരം അമ്പലത്തിലേക്ക് തൊഴാൻ പോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് തിരിച്ച് യാത്ര പുറപ്പെടണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ ടേണിംഗ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ഗോപുരമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ രാവിലെ സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും സൂര്യനൊക്കെ ഉദിച്ചു വരുന്നൊരു സമയമാണ്. ജന്മജന്മങ്ങളായുള്ള പാപങ്ങളുടെ മോചനം തേടിയാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ രാമേശ്വരത്തേക്ക് എത്തുന്നത്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭാരതീയരുടെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. മോക്ഷപ്രാപ്തിക്കായി കാശിയിലെ സ്നാനഘട്ടങ്ങളിൽ മുങ്ങിക്കുളിച്ചാലും രാമേശ്വരത്തിലെ തീർത്ഥങ്ങളിൽ മുങ്ങിക്കേറിയാലേ അതിന് പൂർണ്ണത കൈവരികയുള്ളൂ എന്നാണ് വിശ്വാസം. ഇപ്പോൾ ഇവിടെ കേൾക്കാൻ പോകുന്നത് ഗൈസ്, പട്ടി പിന്നാലെ ഓടിക്കുമ്പോഴത്തെ എൻ്റെ ഒരു രോദനമാണ്. രാമേശ്വരം അമ്പലത്തിൽ പോയിട്ട് ലാസ്റ്റ് പട്ടി കഴിച്ചെന്ന പേരിൽ വരുമോ എന്ന് എനിക്ക് നല്ല സംശയമാണ്. ഈ ഒരു ടേണിങ് തിന്നോടുകൂടി ഒരു പട്ടി നമ്മുടെ പിന്നാലെ കൂടി ഞാൻ ഓൾറെഡി വീഡിയോ ഓൺ ആയതുകൊണ്ടാണ് പട്ടിയുടെ കുരയും എൻ്റെ മോങ്ങലും എല്ലാം തന്നെ വീഡിയോയ്ക്കകത്ത് വന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഈ ഒരു ഭംഗിയുള്ള കാഴ്ചകളോട് കിട്ടാൻ സാധിച്ചു കേട്ടോ. നല്ല സൂര്യപ്രകാശമൊക്കെ ഉദിച്ചു കയറുന്ന വരുന്ന സമയമാണ്. അങ്ങനെ നമ്മൾ ബൈക്ക് അവിടെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ വലിയ അമ്പലമായതുകൊണ്ട് തന്നെ ഇതിൽ എങ്ങനെയാണ് തൊഴേണ്ടതെന്ന രീതികളും നമുക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നല്ല തിരക്കുള്ള സമയമാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ വലിയൊരു ക്യൂ കണ്ട് നമ്മളും പോയി ക്യൂവിലങ്ങ് നിന്നു. പിന്നെയാണ് മനസ്സിലായത് അതിവിടെ 22 തീർത്ഥക്കിണർ സ്നാനത്തിന് വേണ്ടി നിൽക്കുന്നവരെയാണെന്ന്. പിന്നെ നമ്മൾ അതിനുശേഷം ആ വരിയിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് നേരെ അങ്ങ് കയറി തൊഴാൻ വേണ്ടി ചെന്നു കേട്ടോ. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം പട്ടണത്തിൽ ബംഗാൾ ഉൾക്കടലിന് സമീപത്തായാണ് ഈ രാമനാഥസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാമനാഥസ്വാമി ക്ഷേത്രത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഭാരതത്തിലെ 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനാഥസ്വാമി ക്ഷേത്രം. വടക്ക് ബദരീനാഥ്, കിഴക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരം. 4 ധാമുകൾ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രങ്ങളിൽ രാമേശ്വരം മാത്രമാണ് ശിവക്ഷേത്രം എന്നത് ഒരു പ്രത്യേകതയാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രം ആയതിനാൽ ശൈവരുടെയും വൈഷ്ണവരുടെയും പുണ്യതീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. ശ്രീരാമൻ ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിനു പിന്നിലെ ഐതിഹ്യം ഇതാണ്. രാവണൻ സീതാദേവിയെ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയതിനെ തുടർന്ന് ശ്രീരാമൻ തൻ്റെ വാനരസേനയോടൊപ്പം ലങ്കയിലെത്തി രാവണനെ വധിച്ച് സീതാദേവിയെ മോചിപ്പിച്ചു. രാവണനെയും കൂട്ടരെയും വധിച്ച പാപത്തിന് പരിഹാരമായി ശ്രീരാമനോട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പൂജ ചെയ്യാൻ മഹർഷിമാർ ഉപദേശിച്ചു. അങ്ങനെ സീതാദേവിയെയും ലക്ഷ്മണനോടുമൊപ്പം രാമേശ്വരത്ത് എത്തിയ ശ്രീരാമൻ പ്രതിഷ്ഠയ്ക്ക് ഉചിതമായ ശിവലിംഗം കൊണ്ടുവരാനായി ഹനുമാനെ കൈലാസത്തിലേക്ക് അയച്ചു. എന്നാൽ മുഹൂർത്ത സമയമായിട്ടും ഹനുമാനെ കാണാതായപ്പോൾ സീതാദേവി കടൽ തീരത്തെ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി. ശ്രീരാമൻ ആ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജകൾ അർപ്പിച്ചു. അപ്പോൾ തന്നെ ശിവലിംഗവുമായി മടങ്ങിയെത്തിയ ഹനുമാനെ ഈ കാഴ്ച ദുഃഖിതനാക്കി. ഹനുമാനെ ആശ്വസിപ്പിച്ച ശ്രീരാമൻ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗത്തെ സമീപത്തു തന്നെ പ്രതിഷ്ഠിച്ചു. ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗത്തെയാകും ഭക്തർ ആദ്യം വണങ്ങുകയെന്നും അറിയിച്ചു. സീതാദേവി നിർമ്മിച്ച് ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം രാമനാഥലിംഗമെന്നും ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം വിശ്വനാഥലിംഗമെന്നും അറിയപ്പെടുന്നു. ഇന്നും ഭക്തർ ആദ്യം വിശ്വനാഥലിംഗത്തെ വണങ്ങിയാണ് രാമനാഥലിംഗത്തെ വണങ്ങുന്നത്. രാമനാഥസ്വാമിയുടെ ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തായാണ് പർവ്വതവർദ്ധിനി അമ്മൻ്റെ സന്നിധി. പാർവതി ദേവി ഇവിടെ പർവ്വതവർദ്ധിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. സാധാരണയായി ശിവന്റെ ഇടതുവശത്ത് കുടികൊള്ളുന്ന പാർവതി ദേവിയുടെ പ്രതിഷ്ഠ ഇവിടെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രത്യേകതയാണ്. രാമനാഥലിംഗത്തിൻ്റെ വടക്കു ഭാഗത്തായാണ് വിശ്വനാഥലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ ഓർക്കുന്ന വിധത്തിലാണ് ഇവിടെയും പ്രതിഷ്ഠയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അളക്കാനാകാത്ത ഊർജ്ജസ്രോതസ്സുകളുടെ ഉറവിടമാണ് ജ്യോതിർലിംഗങ്ങൾ എന്നാണ് വിശ്വാസം. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒരു ജ്യോതിർലിംഗ ക്ഷേത്രമാണ് രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രം. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് രാമനാഥസ്വാമി ക്ഷേത്രത്തിനും വടക്കേ അറ്റത്ത് കേദാർനാഥ് ക്ഷേത്രത്തിനും ഇടയിലാണ് മറ്റുള്ള ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിനകത്ത് 3 ഇടനാഴികൾ അഥവാ പ്രദക്ഷിണ വഴികൾ ഉണ്ട്. ഇതിൽ പുറത്തുള്ള ആദ്യത്തെ ഇടനാഴിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര ഇടനാഴിയായി അറിയപ്പെടുന്നത്. 30 അടിയോളം പൊക്കമുള്ള 1000-ലധികം തൂണുകളാൽ നിർമ്മിതമാണിത്. 1212ഓളം തൂണുകളാണ് ഈ ഇടനാഴിയിൽ ഉള്ളതെന്ന് പറയുന്നു. ഇതുകൂടാതെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് 657 അടി നീളത്തിലും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 865 അടി നീളത്തിലും ഒരു വലിയ ചുറ്റുമതിൽ ക്ഷേത്രത്തിന് ചുറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഭീമാകാരമായ നന്ദി പ്രതിഷ്ഠ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഈ നന്ദി പ്രതിഷ്ഠയ്ക്ക് പുറകിലായിട്ടാണ് കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത്. വലിയ ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഇവിടെയും സ്പെഷ്യൽ ഫീസൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്വിക്ക് എൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ സാധാ നോർമൽ ടിക്കറ്റ് എടുത്താണ് ഉള്ളിൽ കയറിയത്. കുറച്ച് നേരമൊക്കെ ക്യൂവിൽ നിന്നെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ തൊഴാനൊക്കെ പറ്റി. അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ അവിടുന്ന് പ്രസാദമായിട്ട് ഒരു ലഡു കിട്ടി. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതായിരുന്നു നമ്മുടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. മലയാളികളും തമിഴന്മാരും പിന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ കൊത്തുപണികളൊക്കെ അമ്പലത്തിനുള്ളിൽ ഒരു മഹാസംഭവം തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്.
പിന്നെ എന്തൊക്കെയോ വഴിപാടുകളും പൂജകളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്നും കാര്യമായിട്ടും എന്താണ് എന്തിനു വേണ്ടിയുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അധികം പേരെന്തായാലും ചുവപ്പ് മഞ്ഞ ഡ്രസ്സുകളിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ അമ്പലത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഇതേപോലെ തന്നെ ഒരു ഇടനാഴി പോലൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളോട് കൂടിയ തൂണുകളൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മളങ്ങനെ അമ്പലത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ വെളിയിലെത്തി അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അമ്പലത്തിൻ്റെ വെളിയിലും കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്കിത് ചെന്ന സമയത്ത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ആദ്യം എവിടെയാണ് പോയി കാണുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോയി തൊഴുതു. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് അമ്പലത്തിൻ്റെ വെളിയിലുള്ള അഗ്നിതീർത്ഥം എന്നുള്ള സ്ഥലത്തേക്കാണ്. രാമനാഥസ്വാമി ക്ഷേത്രത്തിന് കിഴക്കുള്ള സമുദ്രമാണ് അഗ്നിതീർത്ഥം എന്നറിയപ്പെടുന്നത്. തീർത്ഥാടകർ പുണ്യസ്നാനത്തിനും ബലിതർപ്പണത്തിനും മറ്റു പൂജകളും നടത്തുന്നതും ഇവിടെയാണ്. അഗ്നിതീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ സകല പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ നിന്നും 100 മീറ്റർ അകലെയുള്ള ഈ തീർത്ഥം അധികം തിരമാലകളൊന്നും ഇല്ലാത്ത ശാന്തമായിരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടന്നതേ ഇവിടെ അഗ്നിതീർത്ഥത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വലിയൊരു കവാടം തന്നെ നമുക്കിവിടെ കാണാം. അഗ്നിതീർത്ഥമാണ് ആദ്യത്തേത്. അതിനപ്പുറത്ത് നമ്മൾ ശാന്തമായി കിടക്കുന്ന കടലാണ്. നല്ല തിരക്കുള്ള സമയമാണ്. രാവിലെയൊക്കെ ഇവിടെ ധാരാളം പൂജകളും ബലിതർപ്പണങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വന്നിട്ട് കടലിൽ മുങ്ങി കുളിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആ കടലിൽ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുന്നു. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകാനുണ്ടല്ലോ. എന്തൊക്കെയോ തരത്തിലുള്ള പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു കുറേ പേര് എന്തോ ഒരു പച്ചില വാങ്ങിച്ചിട്ട് ഇവിടെ ആടുകൾക്കും പശുക്കൾക്കും ഒക്കെ തന്നെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് ഇവിടുത്തെ എന്തോ ഒരു വഴിപാട് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ രാവിലെ ഇവിടെ കടലിൽ ധാരാളം പേര് ബലിതർപ്പണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. രാമേശ്വരം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിലെ 22 തീർത്ഥങ്ങൾ. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥങ്ങളിൽ കുളിക്കുന്നതോടെ ഭക്തർ തങ്ങളുടെ സർവ്വപാപദോഷങ്ങളിൽ നിന്നും മുക്തി നേടുമെന്നാണ് വിശ്വാസം. 22 തീർത്ഥങ്ങൾ ശ്രീരാമൻ്റെ ആവനാഴിയിലെ 22 അസ്ത്രങ്ങളായാണ് അത്ര സൂചിപ്പിക്കുന്നത്. ഇവിടെ 25 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ തീർത്ഥം കിണറുകളിൽ നിന്ന് കോരിയെടുക്കുന്ന ജലം നമ്മളുടെ മേൽ തളിക്കും. ഇതിനായി ഇവിടെ ധാരാളം ഗൈഡുകളും ഉണ്ട്. ദേഹം മുഴുവൻ നനയണമെങ്കിൽ 125 രൂപ അല്ലെങ്കിൽ 200 രൂപ ഒക്കെ ഗൈഡ് നൽകണം. അത് ഓരോ ഗ്രൂപ്പായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിലെ ആളുകൾക്കനുസരിച്ച് റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി തീർത്ഥക്കിണറിലെ ജലം ക്ഷേത്ര ജീവനക്കാർ കോരിയെടുത്താണ് ഭക്തരുടെ ശിരസിലൂടെ ഒഴിക്കുന്നത്. ഈ സമയത്ത് കയ്യിൽ കുപ്പിയോ എന്തെങ്കിലും കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ ആ തീർത്ഥം നമുക്ക് കളക്ട് ചെയ്ത് വീടുകളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ സൈഡിലുള്ള കടകളിലൊക്കെ തന്നെ ധാരാളം കുപ്പികളും അങ്ങനത്തെ കണ്ടെയ്നറൊക്കെ തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. രാമേശ്വരം ക്ഷേത്ര ദർശനത്തിന് ചില ആചാരങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളങ്ങളിൽ കുളിക്കുന്നതിന് മുൻപ് സമുദ്രത്തിലെ അഗ്നിതീർത്ഥത്തിലെ സ്നാനം നടത്തി ശുദ്ധീകരിക്കണം. അതിനുശേഷം 22 തീർത്ഥക്കിണറുകളിലെ സ്നാനം കഴിഞ്ഞ് നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയതിന് ശേഷമേ ഭഗവാനെ ദർശിക്കുന്നതിനായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിലെ കവാടത്തിന് സമീപം ഫോണ് ചെരുപ്പൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്.
രാമേശ്വരത്ത് 64ഓളം തീർത്ഥങ്ങളുണ്ട്. അതിൽ രാമനാഥസ്വാമി ക്ഷേത്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന 22 തീർത്ഥങ്ങൾ അതിവിശേഷപ്പെട്ടവയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലെ ദർശന സമയം വരുന്നത് രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മുതൽ രാത്രി 9 മണി വരെയാണ്. അങ്ങനെ നമ്മൾ രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോന്നു. ഇനി ക്ഷേത്രത്തിന് പുറത്തുള്ള കുറച്ച് തീർത്ഥങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിന് പുറത്തുള്ള പ്രധാന തീർത്ഥങ്ങളാണ് ലക്ഷ്മണ തീർത്ഥം, രാമതീർത്ഥം, സീതാതീർത്ഥം, ജഡായു തീർത്ഥം, വില്ലുണ്ടി തീർത്ഥം തുടങ്ങിയവ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം തന്നെ എത്തിയിട്ടുള്ളത് ലക്ഷ്മണ തീർത്ഥത്തിലാണ്. ലക്ഷ്മണ തീർത്ഥം രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ മാറി സേതു റോഡിനോട് ചേർന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ലങ്കയിലെ യുദ്ധത്തിന് ശേഷം ലക്ഷ്മണസ്വാമി കർമ്മദോഷ പരിഹാര പൂജകൾ നടത്തി പാപമുക്തി വരുത്തിയ സ്ഥലമാണ് ലക്ഷ്മണ തീർത്ഥം എന്നാണ് ഐതിഹ്യം. വലിയൊരു തീർത്ഥകളവും അതിനു നടുക്ക് മനോഹരമായിട്ട് ഒരു മന്ദിരവും ഇവിടെ കാണാൻ സാധിക്കും. ലക്ഷ്മണ തീർത്ഥത്തിന് സമീപമാണ് രാമതീർത്ഥവും സീതാതീർത്ഥവും സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയത് അവിടെയുള്ള പഞ്ചമുഖി ഹനുമാൻ ടെമ്പിളിലാണ്. ശ്രീരാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് പഞ്ചമുഖി ഹനുമാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഹനുമാനാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ തൻ്റെ 5 മുഖങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്നു. അതിനാൽ ഹനുമാന്റെ വിഗ്രഹം 5 മുഖങ്ങളോടെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മധ്യഭാഗത്ത് ഹനുമാൻ, നരസിംഹം, ആദിവരാഹൻ, ഗരുഡൻ, ഹയഗ്രീവൻ എന്നിവരുടെ മുഖങ്ങളും വശങ്ങളിലുണ്ട്. ഈ പ്രതിമയെ സന്യാസിമാർ സിന്ദൂരം കൊണ്ട് മൂടിയിരിക്കുകയാണ്. 1964 ധനുഷ്കോടിയിലെ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിഗ്രഹങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ഭക്തർക്ക് കാണാനായി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് സ്റ്റോണുകളാണ്. രാമേശ്വരം മുതൽ ലങ്ക വരെ സേതുബന്ധനം എന്ന രാമസേതു പാലം നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകളാണിവ. ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോഗ്രഫിയൊന്നും അലൗഡല്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് പോയത് രാമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന രാമർ തീർത്ഥത്തിലേക്കാണ്. ശ്രീരാമൻ ഈ തീർത്ഥത്തിൽ കുളിച്ചു എന്നാണ് വിശ്വാസം. രാമർ തീർത്ഥത്തിന് മുന്നിൽ ഒരു രാമക്ഷേത്രം കൂടിയുണ്ട്. ഇവിടെ ശ്രീരാമനോടൊപ്പം സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ നാഗദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ പൂജ ആൾക്കാർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന് ചുറ്റും നാഗത്തിൻ്റെ പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടുന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ പിന്നീട് 2 തീർത്ഥങ്ങളൂടെ കണ്ടു. മംഗളതീർത്ഥവും പിന്നെ രുണവിമോചന തീർത്ഥം, പിന്നെ സുഗ്രീവർ തീർത്ഥം എന്നീ തീർത്ഥങ്ങളും കണ്ട്. അപ്പോൾ ഇറങ്ങി നോക്കിന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്നു. അതിൻ്റെ ഐതിഹ്യങ്ങൾ കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വില്ലുണ്ടി തീർത്ഥത്തിലും രാമർ പാദത്തിലും പിന്നെ കലാം സാറിൻ്റെ ഹൗസ്, മെമ്മോറിയൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ടാക്കാനും മറക്കല്ലേ. അപ്പോൾ ബാക്കി വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.